എന്താണ് ക്രിമിനൽ കോടതിയിലെ 138 അഥവാ ചെക്ക് കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഡേറ്റും സൈനും ഇട്ട ഒരു ചെക്ക് കൊടുത്ത് ആ ചെക്ക് ആ ഡേറ്റിൽ പൈസ ഇല്ലാതെ ഡിസോണർ അല്ലെങ്കിൽ ചെക്ക് മടങ്ങുന്നതിനെതിരെ കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഒന്നാണ് 138. ചെക്ക് മടങ്ങി 30 ദിവസത്തിനകം തന്നെ ചെക്ക് തന്ന ആൾക്കെതിരെ അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു നോട്ടീസ് അയക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നോട്ടീസ് അയച്ച് 15-20 ദിവസമായിട്ടും ചെക്ക് തന്നയാൾ മറുപടി ഒന്നും തന്നില്ല എങ്കിൽ നമുക്ക് ആ അഡ്വക്കേറ്റിനെ കൊണ്ട് കോടതിയിൽ എന്ത് ചെയ്യാം? ഒരു 138 ഫയൽ ചെയ്യാൻ സാധിക്കും. അതിന് ആദ്യം വേണ്ടത് 138 ഡ്രാഫ്റ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് ചെയ്ത് അഡ്വക്കേറ്റും കക്ഷിയും അതിൽ സൈൻ ഇടുന്നു. വക്കാലത്ത്, കേസ് ലിസ്റ്റ്, പ്രോസസ് മെമ്മോ. കൂടാതെ ഇതിൽ നമ്മൾ റെക്കോർഡുകൾ കൂടെ ഹാജരാക്കണം. റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു അഡ്വക്കേറ്റ് നോട്ടീസ് അയച്ചിരുന്നു, അതിൻ്റെ പകർപ്പ് ഹാജരാക്കണം. നോട്ടീസ് അയച്ച സമയത്ത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്കൊരു പോസ്റ്റർ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ ഹാജരാക്കണം. മടങ്ങിയ ചെക്ക് അല്ലെങ്കിൽ ഡിസോണറായ ചെക്ക്, പിന്നെ വരുന്നത് പെറ്റീഷൻ്റെ കോപ്പി. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഈ പെറ്റീഷനോടൊപ്പം ഹാജരാക്കണം. ഇതിന് ഇ ഫയലിങ്ങും ഇ പേയ്മെൻറ്റും ചെയ്ത് ഓപ്പൺ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഫയൽ ചെയ്യുന്ന സമയത്ത് കോടതിയിൽ കേസ് വിളിക്കുകയും അതിനൊരു CMB നമ്പർ ആദ്യം കിട്ടുകയും പിന്നെ ഒരു ST നമ്പർ കിട്ടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് വ്യക്തികൾക്ക് മാത്രമല്ല, വ്യക്തികൾക്കെതിരെ ബാങ്കുകാർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? 138 ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് ഒരു 138 ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.